ചേർത്തലയിലെ ദുരൂഹ തിരോധാന കേസുകളിൽ 24 പ്രതികരിച്ചു സെബാസ്റ്റ്യന്റെ ഭാര്യ. ബിന്ദു പത്മനാഭന്റെ പേര് മാത്രമേ എനിക്ക് അറിയൂ. ബാക്കിയുള്ളവരുടെ പേരുകൾ സെബാസ്റ്റ്യൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. സെബാസ്റ്റ്യനെ കുറിച്ച് കേൾക്കുന്ന വിവരങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് ഭാര്യ പറയുന്നത്. 24 എക്സ്ക്ലൂസീവ് ഭാര്യയുടെ പ്രതികരണം. ബിന്ദുവിന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ എറണാകുളത്ത് ബിന്ദുവിനോട് മേടിച്ച ഒരു വസ്തുവാണെന്നാണ് എന്നോട് പറഞ്ഞു തന്നത്. പിന്നെ ഈ കേസ് വന്നപ്പോൾ നമ്മൾ ബിന്ദു പത്മനാഭന്റെ ഇത് എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റി. അതല്ലാതെ ബാക്കിയുള്ള പേരുകളൊന്നും സെബാസ്റ്റ്യൻ പറയുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി? ഇല്ല. സെബാസ്റ്റ്യൻ ഒരു സാധുവായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് അങ്ങനെയായിരുന്നു ഇത്രയും കാലം. ഇനി പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഇത്ര കാലവും കൂടെ ജീവിച്ചിട്ടും സെബാസ്റ്റ്യനെ കുറിച്ച് മറ്റൊന്നും അറിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ സെബാസ്റ്റ്യന്റെ പത്നി പറയുന്നത്. റാഫി കരീം ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. റാഫി, നമുക്കിത് വിശ്വസനീയമാണോ? ഇത്ര കാലവും താമസിച്ചിട്ട് കാര്യം ഇദ്ദേഹം ഒരു സൈക്കോപാത്താണോ, മാനസിക പ്രശ്നങ്ങളുള്ള ആളാണോ, ഇദ്ദേഹം ഒരു സീരിയൽ കില്ലറാണോ എന്നൊക്കെ നാനാവിധമായ സംശയങ്ങൾ ക്രൈംബ്രാഞ്ച് ഉന്നയിക്കുന്ന ഒരു വേളയിൽ ധർമ്മപത്നി പറയുന്നത് നമുക്ക് വിശ്വസനീയമാണോ? ആ പത്നിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് സെബാസ്റ്റ്യന്റെ ഭാര്യയ്ക്ക് സെബാസ്റ്റ്യനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എന്നാണ് നമ്മളോട് ആ സ്ത്രീ പറഞ്ഞത്. ആ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തതും. അതിൽ പ്രധാനപ്പെട്ടത് കുടുംബത്തിൽ സെബാസ്റ്റ്യൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ സെബാസ്റ്റ്യനും ഈ ബിന്ദുവും തമ്മിലുള്ള ആ കാര്യം മാത്രമാണ് ഈ സ്ത്രീക്ക് അറിയാവുന്നത്. അതിനെക്കുറിച്ച് മാത്രമാണ് സെബാസ്റ്റ്യൻ പറഞ്ഞത് എന്നുമാണ് ഈ സ്ത്രീ നമ്മളോട് പറയുന്നത്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നീട് സെബാസ്റ്റ്യന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുമാണ് പറയുന്നത്. അതല്ലാതെ മറ്റു വിവരങ്ങളൊന്നും അറിയില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ കേസിൽ ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക്, അതായത് സെബാസ്റ്റ്യന്റെ ഭാര്യയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. സെബാസ്റ്റ്യന്റെ ഭാര്യയെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അത് അടുത്ത ദിവസം തന്നെ അന്വേഷണ സംഘം ചെയ്യുകയും ചെയ്യും. സെബാസ്റ്റ്യനോട് ഒപ്പം ഇരുത്തിയും സെബാസ്റ്റ്യന്റെ ഭാര്യയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, സെബാസ്റ്റ്യനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, ഇതിലേക്കും അന്വേഷണ സംഘം കടക്കും. കാരണം അന്വേഷണ സംഘത്തിന് 7-ാം തീയതി വരെയാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ വേണം ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ. കാരണം ഇതുവരെയുമുള്ള ചോദ്യം ചെയ്യലിൽ ഒരു വിവരവും സെബാസ്റ്റ്യനിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരങ്ങളൊന്നും ഈ അന്വേഷണത്തെ സഹായിക്കുന്നതുമല്ല. അതുകൊണ്ട് തന്നെ നിർണായകമായ വിവരങ്ങൾ ഇനിയെങ്കിലും സെബാസ്റ്റ്യനിൽ നിന്ന് ശേഖരിക്കേണ്ടത് അന്വേഷണ സംഘത്തിന് അത്യാവശ്യമാണ്. കാരണം സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങൾ അത് ആരുടേതാണ് എന്നുള്ളത് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ജൈനമ്മയുടെ ആണോ എന്നുള്ള പരിശോധനയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. കാരണം കോട്ടയം ജില്ലയിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് ജൈനമ്മയുടെ തിരോധാനമാണ്. അതിൽ ജൈനമ്മയുടെ തിരോധാനം കൊലപാതകമാണ് എന്നുള്ളത് കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കേസിലാണ് സെബാസ്റ്റ്യനെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ നൽകിയത്.